ബോഗൺവില്ല നിങ്ങൾ എങ്ങനെ നട്ടിട്ടും വേര് പിടിക്കുന്നില്ലേ എങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബോഗൺവില്ല ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേര് പിടിക്കുമെന്ന്. ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് നോക്കി കേട്ടോ. ഒരാഴ്ചയെ കൊണ്ട് വേര് വന്നു. ഇപ്പോൾ ഇതുണ്ടോ, ചെറിയ ഒരു തണ്ട് കമ്പായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇലയെല്ലാം അടത്തി കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വെള്ളത്തിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ചെറിയ ഒരു ഇതുണ്ട്, വേര് വന്നിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് പൊട്ടി പൊട്ടി വേര് വന്നിരിക്കുന്നത് കാണാവോ? വേണ്ടി കണ്ടോ, വേര് വന്നു. ഇനിയിപ്പോൾ ഇത് അധികം ഞാനിനി വെള്ളത്തിൽ വെക്കുന്നില്ല കേട്ടോ. ഇതിന് ഞാൻ മണ്ണിലോട്ട് അങ്ങ് വെക്കാൻ വേണ്ടി പോവാം. കുറച്ച് അടിയിൽ കുറച്ച് സാഫ് തേച്ച് പുരട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം മണ്ണിൽ നിന്ന് എന്തെങ്കിലും ഫംഗൽ പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സാഫ് തേച്ചു. അതിന് ശേഷം ഞാൻ ഇതുണ്ട്, ഇത്രയും വേര് വന്നപ്പോൾ തന്നെ ഞാനിത് മണ്ണിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഇത് അവിടെ നിന്ന് കിളുത്തോളും. അപ്പം അങ്ങനെ ഇതേണ്ട ഞാൻ വേറൊരു ചെടിയും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഇലയ്ക്കൊക്കെ ചെറിയൊരു വാട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇലയെല്ലാം ഒന്ന് ഇന്നലെ രാത്രി കിട്ടിയതാണ് എനിക്കിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇലയെല്ലാം ഇങ്ങനെ അടത്തി കളഞ്ഞതിന് ശേഷം വേണം വെള്ളത്തിനകത്തോട്ട് വെക്കാൻ. അപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വേര് വന്നോളും കേട്ടോ. വേര് വന്നു കഴിയുമ്പോൾ നമുക്ക് ഞാൻ കാണിക്കാം. ഇതുണ്ടോ, മണ്ണിനകത്തോട്ട് വേര് വന്ന ചെടി ഇങ്ങനെ കുത്തി നമ്മൾ വെക്കരുത് കേട്ടോ. ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ പതിയെ ഇറക്കി വെക്കുക. എന്നിട്ട് ഇതുണ്ടോ, മണ്ണിട്ട് അങ്ങ് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി ഇവിടെ നിന്നത് നല്ല ഹെൽത്തി ആയിട്ട് കിളുത്തോളും. ഇനിയിപ്പം വളമൊന്നും ഇപ്പോൾ കൊടുക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് ഇലയെല്ലാം വന്നെന്ന് ഒരു ഡാർക്ക് കളറിലെ ഇലയൊക്കെ വന്ന് ഇലയൊക്കെ ഇച്ചിരി അത്യാവശ്യം വലുതായി കഴിയുമ്പോഴേ നമ്മൾ ആവശ്യത്തിന് വേണ്ട വളങ്ങൾ കൊടുക്കാവുള്ളൂ. ചകിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ വളങ്ങളൊക്കെ ഇടുവാണെങ്കിൽ ഇടാവുള്ളൂ. അല്ലെങ്കിൽ തണ്ട് അഴുകിപ്പോകും, വേര് ചീഞ്ഞു പോകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ബോഗൺവില്ല വെച്ചിട്ട് ഇതുപോലെ വേര് പിടിക്കാതെ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ചൈനീസ് ബോൾസത്തിന് വേര് പിടിപ്പിച്ചേക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുണ്ടായ നല്ലൊരു പ്ലാന്റ് ആയിരുന്നു. ഇത് എന്തോ പെട്ടെന്ന് മഴയത്തിരുന്നിട്ട് ഇത് അഴുകിപ്പോയി. അപ്പോൾ ഞാനത് കയ്യോടിങ്ങും എടുത്ത് എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. ഉണ്ടോ, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുണ്ടോ, വേരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്.